ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ പനാമയിലാണ് നിൽക്കുന്നത്. വില്ലേജിന് അങ്ങനെ പേരൊന്നുമില്ല, ആകെ 1-2 വീടുകളാണ് ഈ വില്ലേജിലുള്ളൂ. സോ ഇവിടെയാണ് ഞാൻ ഇന്നലെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീട്ടില് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു സ്വർഗം തന്നെയെന്ന് പറയാം. കാരണം ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എൻ്റെ ഡ്രസ്സ് 1-2 ഞാൻ അവിടെ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ പിള്ളേർ ഈ ഒരു മണ്ണിൽ ഇത്ര നേരം കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അവരുടെ മേല് കണ്ടറിയാം അല്ലേ, കളിച്ചോണ്ടിരിക്കല്ലായിരുന്നോ മണ്ണില്. നോക്ക്, കാലൊക്കെ നോക്ക്, ഫുള്ള് ചെളിയാക്കിയിട്ടുണ്ട്. കൈയും കാലും മേലും ഡ്രസ്സും എല്ലാം അങ്ങനെ ചെളിയായിട്ടാണ് ഇരിക്കുന്നത്. സോ ഇവിടെ നോക്ക്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഇവരുള്ളത്. ശരിക്കും വലിയൊരു മൗണ്ടെയിൻ ആണ് ഈ കാണുന്നത്. നോക്കി കണ്ടോ, അടിപൊളിയല്ലേ ഇവിടെ. ഞാൻ എന്താ സൂം ചെയ്ത് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര വലുതാണെന്നുള്ളത്. അതാണ് ഇവിടെ എല്ലാം ഇത്ര തണുപ്പായത്. ശരിക്കും മല കാണാൻ പറ്റുന്നില്ല, കാരണം കുറേ ചെടികൾ മറച്ചേക്കാണ് നമുക്ക്. അതാണ്, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അങ്ങോട്ടെല്ലാം ഇനി കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഇങ്ങനെ തന്നെയുള്ള വഴികളാണ്. അതുകൊണ്ട് വണ്ടികളും കുറവായിരിക്കും, പോവാൻ ഭയങ്കര ടാസ്ക് ആയിരിക്കും. എന്തായാലും ഞാൻ കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെയുള്ള വഴിയിലൂടെ പോയിട്ട് 1-2 വില്ലേജ് കൂടെ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞാൻ കൊടുത്ത സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടല്ലോ, അവരത് ഓൾറെഡി ഗ്രേവി ഒക്കെ ഒഴിച്ച് ഇങ്ങനെ ആക്കി. ഞാൻ വെറുതെ അത് തിന്നാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതെന്തോ അതിൻ്റെ ഏതോ ഒരു പാർട്ടാണ്, ലിവറോ ഏതോ ഒരു പാർട്ടാണ്. ഇപ്പം സാറിൽ അത് കഴിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല. ഇവിടെ നോക്ക്, നമ്മളെ കൊച്ചിന്റെ കയ്യിൽ എന്താ, മണ്ണാണ്. നോട്ടെ നോക്ക്, മണ്ണ് വെച്ചുണ്ടാക്കിയിട്ടുള്ളത്. മണ്ണ് വെച്ച് അവര് കളിച്ചോണ്ടിരിക്കുക. ബായ്. ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ പിള്ളേരുടെ എല്ലാരും ഓരോരോ സ്ഥലത്തായിരിക്കും ഉണ്ടാവാ. ടാറ്റാ, അഡിയോസ്. അത് അവിടെ നോക്ക്, അവിടെ അവരെല്ലാരും കൂടെ കളിക്കുന്നു. കുഞ്ഞേ ഡോഗും കുഞ്ഞു പിള്ളേരും ഇവരെല്ലാരും ഒരുമിച്ച് കളിക്കുന്നു. ടാറ്റാ, ബായ്. അയ്യോ, ഇവരാണ് ഭയങ്കര രസം. അവന്റെ മുടി നോക്ക്, ഒരു പ്രത്യേക രസമില്ലേ ഇവരെ കാണാൻ. അവന്റെ കൈ നോക്ക്, ചെളി കൈ. അഡിയോസ്. എനിക്ക് ഈ ഒരു വ്യൂ, ഈ സ്ഥലത്തൊന്നും പോകാൻ തോന്നുന്നില്ല. അവർ പറഞ്ഞ പോലെ കുറച്ച് ദിവസം നിൽക്കാൻ വിസ ഉണ്ടായിരുന്നു. വിസ 3 മാസത്തെ വിസ ഉണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. നോക്ക്, ഞാൻ വീഡിയോ എടുക്കുന്നത്. ടാറ്റാ, ബൈ ബൈ. ഞാൻ പിള്ളേർക്ക് മിഠായി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു $10 ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. $10 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പി ഒരു 900 രൂപ. അവരുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കയ്യിൽ. ഓക്കെ, ബൈ. ചിരി നോക്ക്, ക്യൂട്ടല്ലേ ചിരി. ഞാൻ എന്റെ ഫോണിലും കൂടെ ഒരു ഫോട്ടോ എടുക്കട്ടെ, എന്ത് രസമാണ് കാണാൻ. ഓക്കെ, ഗ്രാസിയാസ്, ബൈ ബൈ. വീഡിയോ എടുക്കുമ്പോ അവർക്ക് ഭയങ്കര മടിയാ, കാരണം അവരങ്ങനെ ക്യാമറയുടെ മുന്നിൽ വരാറില്ലല്ലോ. നോക്ക്, അവര് എന്തോ ഫോണിലൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ പറയാ, റേഡിയോ ഒക്കെ പോലെ അവർ ഓരോ ന്യൂസ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഗ്രാസിയാസ്, ബൈ. ഓക്കെ, ഗ്രാസിയാസ്. ഓ, അവരെവിടെയാ? അതൊന്തേ പപ്പ അതൊന്തേ? ഓ, സി അക്കീനോ സി. ആള് എന്തോ കൃഷിയിടത്തിലേക്കൊക്കെ പോയേക്കാ. ഇവിടെ അവര് കൃഷി ചെയ്തൊക്കെയാണ് കൂടുതലും ജീവിക്കുന്നത് ആൾക്കാർ കേട്ടോ. ഓക്കെ, ഗ്രാസിയാസ്. എനിക്ക് അവിടുന്ന് പോവാൻ മനസ്സില്ല, അതാണ് ഞാനിങ്ങനെ പയ്യെ പോന്നു. ഇപ്പൊ സമയം 12 മണിയായി. ഗ്രാസിയാസ്, കം. അയ്യോ, ഞാൻ ഈ ബാഗ് ഇട്ടിട്ട് മുകളിലേക്ക് കയറണ്ടേ, ടാസ്ക് തന്നെ കേട്ടോ. എൻ്റെ ഒരു ബാഗ് ഇട്ടിട്ട് ഒരു കൊച്ചു പോകുന്നുണ്ട്, അതിൽ 2ാമത്തെ പിള്ളേരെങ്ങാണ്ട. ഈ ബാഗ് ഇട്ടിട്ട് മുകളിലേക്ക് കയറാൻ നല്ല ടാസ്ക്കാണ്. ഈ വഴി കുറച്ചുകൂടെ ബെറ്ററാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ വഴി പോകുന്നത്. ഇന്നലെ വന്ന വഴി വേറെ ബുദ്ധിമുട്ടുള്ള വഴിയായിരുന്നു. വെയിറ്റ് ഉള്ളതുകൊണ്ടേ വെള്ളമെല്ലാം ഞാൻ ഫുള്ള് നിറച്ചിട്ടുണ്ട്. കാരണം ഇന്ന് വണ്ടിയൊന്നും അങ്ങനെ കിട്ടാൻ ചാൻസില്ല, ഞാൻ കിലോമീറ്റേഴ്സ് നടക്കേണ്ടി വരും. അതുകൊണ്ട് ഇതാണ്ടോ അവർ വീടിൻ്റെ ഫ്രണ്ടിൽ മോൾഭാഗം കണ്ടോ ഷീറ്റ് ഇട്ടേക്കുന്നത്, അങ്ങോട്ടെല്ലാം നല്ല വ്യൂ ആണ്. ഞാൻ പെട്ടെന്ന് പനാമ എന്ന് പറയുമ്പോൾ പോയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോഴും പനാമ ഫുള്ള് സിറ്റി എന്നുള്ള രീതിയിൽ നിന്ന്, ഇങ്ങനെ അടിപൊളി വില്ലേജ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും കുറച്ച് ദിവസം അധികം നേരം നിന്നേനെ. നോക്ക്, ഇവിടുന്നുള്ള വ്യൂ എന്ത് രസാ, കൊള്ളാം. ക്യാമറയിൽ സൂം ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഞാൻ എന്തിനാ ഇങ്ങനെ ക്ഷീണിക്കുന്നത്, കുറച്ച് നടക്കുമ്പോഴേക്കും
നല്ല വെയിറ്റ് ഉണ്ട്, 15 കിലോ ഉണ്ട് ബാഗ്. ആ ബാഗ് 3 കിലോ പ്ലസ് ഇത് 1.5 ലിറ്റർ വെള്ളം. ആ ഫുഡ് ഞാൻ എൻ്റെ സ്വീറ്റ് പൊട്ടാറ്റോ വെന്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ കഴിക്കാനും പറ്റിയില്ല. പിന്നെ അവരെനിക്ക് പഴം തന്നേ, ആ പഴം ഞാൻ കഴിച്ച്. ഈ വ്യൂ കണ്ണിന് കുളിരേകുന്നു. അയ്യോ കുനിഞ്ഞു പോണോ? ഓ ഇത് കൂടെ കുനിഞ്ഞു പോണേ. ബാഗ് ഞാൻ ഉരി വെക്കേണ്ടി വരുമോ? ഉരി വെക്കാണ്ട് പോറ്റോ? അയ്യോ റോട്ടിലെത്തിണ്ട്. റോട്ടിലൊന്നൊരു വണ്ടി പോലും ഇല്ല, നടക്കേണ്ടി വരും. ഇന്ന് ഞാൻ ചത്തുപോകും. റോട്ടിലെത്തി. വെയ്ക്കുളോ അക്കീനോ വരുന്നായിരിക്കും ഉദ്ദേശിക്കണവര്. തല കാട്ടുന്നു. ഓ അതാണ് ആ കട ഇന്നലെ രാത്രി പോയിട്ടുള്ളത്. ഓക്കെ ഗ്രാസിയാസ്, ബൈ, ഗ്രാസിയാസ്, അഡിയോസ്, ചാവ്. അവർ പോവാണ് എന്നെ ഇവിടെ ആക്കിയിട്ട്. ഞാൻ ഇവിടെ നിൽക്കണോ പോണോ? അതായത് നടക്കണോ നിൽക്കണോ? നടക്കാനാണെങ്കിൽ അങ്ങോട്ട് കയറ്റമാണ്, വണ്ടികളൊന്നും ഉണ്ടാവില്ല. ഒരു 5 മിനിറ്റ് നോക്കാം എന്നിട്ട് വണ്ടി വന്നില്ലെങ്കിൽ നടക്കാം. കബിനാന്തോ ഞാൻ ഏതോ ഒരു ഷെയർ ടാക്സിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവരെങ്ങോട്ടാണെന്നൊന്നും എനിക്കറിയില്ല, പത്തുഗിരിന്നോ അങ്ങനെ എന്താണ് പറഞ്ഞത്. കണ്ടോ ഇതാണ് വണ്ടി, ഇതിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. സോ അവരെല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. പത്തുഗിരി എന്നാണ് പറഞ്ഞത്. അതൊന്തേ വാസ് പത്തുഗിരി എവിടെയാണെന്ന് തോന്നുന്നു. മാപ്പിൽ തന്നെ നോക്കണം ഈ പത്തുഗിരി എവിടെയാണെന്നുള്ള സ്ഥലം. പിടിച്ചിട്ട് വേണം ഇരിക്കാൻ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡ് തിരിഞ്ഞ് പറഞ്ഞാൽ പോകുന്നത്. ഏതോ വഴിയാട്ടോ പോകുന്നത്. നോക്കട്ടെ, പോകുന്ന വഴി നോക്കി ഫുള്ള് മലയാണ്. എന്ത് രസമാണ് കാണാൻ, അടിപൊളിയാണ്. ഇടയ്ക്ക് മാത്രം കുറച്ച് വീടുകളുള്ളൂ, അതിൻ്റെ ഇടയിൽ കൂടെ റോഡ് നോക്കി. അടിപൊളിയല്ലേ? ഭയങ്കര വൈബാണ് കേട്ടോ. നല്ല തണുപ്പാണ്. ഇപ്പൊ ഉച്ച സമയം ആയിട്ടുണ്ട്, എന്നാലും നല്ല തണുപ്പാണ് എല്ലാ സ്ഥലത്തും. ഇത് നോക്ക്, കുഞ്ഞു പിള്ളേരെല്ലാം സ്കൂൾ വിട്ട് വരുന്നത്. ഇവിടെ അടുത്ത് എവിടെയോ സ്കൂളുണ്ട്. നല്ല രസമുണ്ട് ഇതുവഴി ഇങ്ങനെ നടന്നു വരുന്നത് കാണാൻ. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം കിലോമീറ്റർ കണക്കിന് നടന്നായിരിക്കും പോകുന്നത്, അല്ലാണ്ടൊന്നും പോകില്ല. അവിടെ ഇരിക്കുന്ന ആ പയ്യന്റെ മേല് കണ്ടോ ഒരു ബ്ലൂ കളർ ബാഗ്, അത് ഇവരെല്ലാവരും ഇടും കേട്ടോ. ഇവിടെ ഈ പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആ ഒരു ഇത് ആണുങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം ഈ വില്ലേജിൽ അതാണ്. അങ്ങനത്തെ ടൈപ്പ് സംഭവം എല്ലാവരും ഇട്ടിട്ടുണ്ടാവും. പെണ്ണുങ്ങളാണെങ്കിൽ ഡ്രസ്സിങ് ആണ് കൂടുതലുണ്ടാവുക. ഒരു ഇച്ചിരി കിലോമീറ്റർ ഉണ്ടായുള്ളൂ, അതിന് $1 അവർ മേടിച്ച്. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതോ ഒരു തുഗിരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് റോഡ് കാണിക്കുന്നത്, അങ്ങോട്ട് നടന്നു പോകണം. ഇടയ്ക്ക് മാത്രമേ വണ്ടികളുണ്ടാവൂ. ഇവിടുത്തെ വണ്ടിയെല്ലാം ഇങ്ങനത്തെ ഷെയർ ടാക്സിയാണ്. ഈ കാണുന്ന എല്ലാം അതാണ്. സോ ഞാൻ പയ്യെ നടന്ന് നീങ്ങാണ് ഇവിടുന്ന്. ഇപ്പം ഇന്ന് 7-ാം തീയതി ആയി, 3 ദിവസം കൂടെ ഉള്ളൂ. 3 ദിവസം ഇല്ല, 2 ദിവസം ഉള്ളൂ. ഇപ്പം ഞാൻ പയ്യെ പനാമ സിറ്റിയിലേക്ക് ഇവിടുന്ന് 425 കിലോമീറ്റർ ഉണ്ട്. സോ ഞാൻ ഇതുവഴി തന്നെ അങ്ങനെ പെട്ടെന്ന് മൂവ് ചെയ്ത് പോട്ടെ, അല്ലെങ്കിൽ ടാസ്ക് ആയിരിക്കും പോവാൻ. വലിയ ഇറക്കാം. ദൂരെ അങ്ങോട്ടാണല്ലോ ഇത് പോണ്. അതൊന്നേ ഞാനും അങ്ങോട്ടാ. പിന്നെന്താ അവരിന്നെ ഇവിടെ ഇറക്കി, അറിയില്ല എന്താ സംഭവം. ഈ പിള്ളേരൊക്കെ ഇങ്ങനെ ഇവിടുത്തെ കിലോമീറ്റേഴ്സ് നടന്നു പോകട്ടോ. ഇവിടെ നോക്ക്, അവര് തണുപ്പായതുകൊണ്ട് തന്നെ ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, ആ ട്രഡീഷണൽ ഡ്രസ്സിന്റെ കൂടെ തന്നെ. എൻ്റെ വണ്ടിയിലുണ്ടായിരുന്ന ആൾക്കാരാണിത്. ഇവര് ഇവിടുന്ന് അങ്ങോട്ട് നടന്നാണ് പോകുന്നത്. ഞാനപ്പോൾ ഇവരുടെ കൂടെ അങ്ങോട്ട് നടന്നു പോവാണ്. അവിടെ നോക്ക്, ഫുള്ള് വലിയ മലയാണ് കാണുന്നത്. ഇവിടെ ഫുള്ള് അങ്ങനെ തന്നെ കാണുന്നത്. പക്ഷെ നല്ല രസമാണ് കാണാൻ. കുറച്ച് സ്ഥലത്ത് മാത്രമാണ് വീടുകളെല്ലാം കാണാൻ പറ്റുള്ളൂ. ഇവിടെ പിന്നെയും കുറച്ചധികം വീടുകളൊക്കെ കാണുന്നുണ്ട് ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ. ഡ്രസ്സാണ് അടിപൊളി, കാരണം എല്ലാം കളർഫുൾ ഡ്രസ്സായിരിക്കും എവിടെ നോക്കിയാലും. ഞാൻ ഇതുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം 425 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ എല്ലാവരും കൃഷിയായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇത് നോക്ക്, അവിടെ അവർ വലിയൊരു വടിവാളും ഇതൊക്കെ ആയിട്ടാണ് ആ ഒരു കൊച്ചിനെയും പിടിച്ച് നടക്കുന്നത്. ഞാനിപ്പോൾ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, സൂം ചെയ്തെടുക്കാൻ പറ്റില്ല. അതിപ്പോൾ ഞാൻ സൂം ചെയ്തെടുക്കുന്നത്. നോക്ക്, ആ കൊച്ചിൻ്റെ സൈഡിലുണ്ടോ ഗ്രീൻ ആയിട്ടുള്ള ബാഗ്, അത് ഇവർ തന്നെ നൂല് വെച്ച് കൈ വെച്ച് ഉണ്ടാക്കുന്നതാണ്. ഇവിടെ എല്ലാവരും കൃഷി ചെയ്താണ് ജീവിക്കുന്നത്.
അവിടെ നോക്ക്, ഒരു വീട്ടിൽ കുറേ ആൾക്കാർ, കുറേ പിള്ളേരെ കാണാം. അവർക്കൊന്നും അധികം വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അതാണ് ഞാനപ്പോൾ പെർമിഷൻ ചോദിച്ചിട്ടാണ് സാധനം എടുക്കാറ്. ഇതിപ്പോൾ അത്ര ലോങ്ങിൽ നിന്ന് എടുത്തുകൊണ്ട് അവരിങ്ങനെ കൈ കാണിക്കുന്നത്, നോ നോ എന്ന് കാണിക്കുന്നുണ്ട്. അതാണ് ഇവിടെ. കാരണം അവർ പുറലോകമായിട്ടൊന്നും ഒരു ബന്ധമില്ലാണ്ട് ഈ ഗ്രാമത്തിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്കൊന്നും വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല. എന്തൊരു സമാധാനം, വണ്ടികളില്ല, ഫുൾ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം, ചെറിയ വീട്. അവർ അവിടെ ഇരുന്ന് അലക്കുകയാണെന്ന് തോന്നുന്നു. ഒരു കൊച്ചവിടെ കളിക്കുന്നുണ്ട്, എന്തോ അലക്കുന്നൊരു സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത്. അവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ വീഡിയോ എടുക്കണത്. ചില ആൾക്കാർക്ക് കുഴപ്പമില്ല, അതെന്തോ ചെറിയ കടയൊക്കെ പോലെ തോന്നുന്നുണ്ട്. കടയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല അങ്ങോട്ട് കയറി ചെന്നാൽ. ഇവിടെ കിലോമീറ്റേഴ്സ് കണക്കിന് നടന്നാ പോകുന്നത്. എപ്പോഴേലും വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഓലാ, അത് ഇവിടുത്തെ കടയാണ് കണ്ടോ. കടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. മുട്ടയൊക്കെ ഉണ്ട്. മുട്ട മേടിച്ച് കഴിഞ്ഞാൽ ഞാനെങ്ങനെ കുക്ക് ചെയ്യും? എന്തപ്പം മേടിക്കുക? വേറെ ഒന്നുമില്ല മേടിക്കാൻ. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പാണ് കാണുന്നത്. ബസ് സ്റ്റോപ്പ് വലിയൊരു വീട് പോലെ കാണുന്നുണ്ട്. അവിടെ വെഹിക്കിളോ അക്കി വെഹിക്കിളോ പനാമ സിറ്റി സിറ്റി സി അവര് ബസ്സിന് വണ്ടിക്ക് എന്തോ കാത്തു നിൽക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷെ എപ്പോൾ വരുന്ന അറിയില്ല. ബെറ്റർ കുറച്ചുകൂടെ നടക്കുന്നതായിരിക്കും. ഇവിടുത്തെ ഗ്രാമമൊക്കെ കണ്ട് നടക്കാമല്ലോ. ഫുൾ എവിടെ നോക്കിയാലും പച്ചപ്പും ഗ്രീനറിയാണ്. ഇവിടുത്തെ വീടുകൾ കണ്ടില്ലേ, എല്ലാം മരം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അത് പെയിൻറ്റും അടിച്ചത് കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ടിലൊക്കെ കുറേ ചെടികളായിട്ട്. ആ ഒരു എന്താ പറയുക, ഇത് കാണുന്ന കിച്ചണാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. കൂടുതൽ കറുത്ത കളറിൽ കണ്ടോ, എന്തായാലും പറയാ, ഒരു ചെറിയൊരു ഹട്ട് പോലെ ഇരിക്കുന്ന സാധനം അങ്ങനെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറിപ്പോയായിരുന്നു. ആരെയും പുറത്ത് കാണാമല്ലോ. അതെ, അങ്ങ് ദൂരെയൊക്കെ പിള്ളേരെ കാണുന്നുണ്ട് കണ്ടാ. അവിടെ നോക്ക്, പിള്ളേർ അതുവഴി നടക്കുന്നു. ഇവർ ഓടി നടന്ന് പ്രകൃതിയിൽ ജീവിക്കുന്ന ആൾക്കാരാ. സമയം ഉച്ചയ്ക്ക് 1 മണിയാണ്. പക്ഷെ നല്ല തണുത്ത കാറ്റാണ് അവിടെ വീശിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ഈ ഏരിയ നിന്നൊന്നും എനിക്ക് പോകാനേ തോന്നില്ല. ഇനി ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞ് എനിക്ക് സിറ്റി എത്തുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ സാരില്ല, എനിക്കിനി സിറ്റിയിലായാലും ഒരുപാട് ദിവസം നിൽക്കാനൊന്നും ടൈമില്ല. ഇനി പിന്നെ കൊളംബിയയിലേക്ക് പോയി കഴിഞ്ഞാൽ കൊളംബിയയിലും ഇതുപോലുള്ള ഒരുപാട് വില്ലേജൊക്കെ ഉണ്ടാവും. അവിടെ പിന്നെ ടൈമുണ്ട്. അടുത്ത ഫ്ലൈറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. അടുത്തത് എവിടേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുമില്ല. തണുപ്പായതുകൊണ്ട് നോക്ക്, അവർ പിള്ളേരെല്ലാം ഇങ്ങനെ മൂടി നടക്കുന്നത്. ആ ട്രഡീഷണൽ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ അവർ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അവർ കണ്ടോ, അവർക്ക് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു വീഡിയോ എടുക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നില്ല അധികം, കുറേയൊക്കെ ഞാൻ എടുക്കുന്നില്ല. അവരുടെ ഹാൻഡ് ബാഗ് കണ്ടില്ലേ. ഓലാ നോക്ക്, ഒരു ചെറിയ കൊച്ചാണ് ഇത്രയും വലിയ മരം ഏറ്റി നടക്കുന്നത്. ഇവിടെ എല്ലാവരും ഭയങ്കര ഹാർഡ് വർക്കിങ്ങാണ്. അങ്ങ് ദൂരേന്ന് ഒരാൾ വലിയ മരം കയറ്റി നടന്ന് വരുന്നുണ്ട്. സമ്മതിക്കണം കേട്ടോ, ഇവർക്കൊക്കെ ഇവരുടെ ആരോഗ്യം അടിപൊളിയായിരിക്കും. ഭയങ്കര ഹെൽത്തി ഫുഡാണ് കഴിക്കുന്നത്. ഓർഗാനിക് എല്ലാ ഫുഡും ഇവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇവർ തന്നെ കൃഷി ചെയ്യുന്നു, ഇവർ തന്നെ കഴിക്കുന്നു. പിന്നെ അവർ ചെറിയ കടകളിലൊക്കെ വിറ്റിട്ട് പൈസ ആക്കുന്നുണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ മരമൊക്കെ അവർ കൊണ്ടുപോകുന്നത് വീട് കെട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഓലാ സി കണ്ടാ, സിമ്പിളായിട്ട് ഒരു കൈയൊക്കെ വെച്ചാണ് അവർ നടന്നു പോകുന്നത്. ഇതുപോലെ ഞാൻ പിന്നെ കാണാറ് ആഫ്രിക്കയിലാണ്. അവരാണ് ഇങ്ങനെ ആരോഗ്യത്തോടു കൂടി സിമ്പിളായിട്ട് അവരിങ്ങനെ മരമൊക്കെ കൊണ്ടുപോകുന്നത്. അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ ഒരു വലിയ മരമൊക്കെ പെൺകുട്ടികൾ കൊണ്ടുപോകും. അതൊരു പെൺകുട്ടിയാണ് കൊണ്ടുപോകുന്നത്. ഒരു കയ്യിൽ ചുമ്മാ ഇങ്ങനെ താങ്ങിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് ചെറുതല്ല, നല്ല വെയിറ്റ് ഉള്ളത്. ഇവിടെ കുതിരപ്പുറത്തൊക്കെയാണ് ആൾക്കാർ പോകുന്നത് ട്രാൻസ്പോർട്ടേഷനായിട്ട്, അല്ലാണ്ടൊന്നുമില്ല. അവിടെ എൻ്റെ ബാക്കിലൊരു ബിൽഡിങ് കണ്ടോ, അത് ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല ആക്ച്വലി പ്രോപ്പറായിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു ഇത് പ്ലാന്റ് തുടങ്ങുന്നതാണ്. ഇവിടെ കൂടുതലും സോളാറൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് ഇലക്ട്രിസിറ്റി ഉണ്ട്, ഒരു ലൈന് പോയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എക്സാക്റ്റ് ആയിട്ട് അറിയില്ല. ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്താലോ എന്ന് ആലോചിക്കുക. എത്രയോ കിലോമീറ്റർ ആയിപ്പോൾ ഞാൻ നടക്കണു. 2 കിലോമീറ്റർ എന്തായാലും ആയിട്ടുണ്ടാവും. എന്നിട്ടൊരു വണ്ടി പോലും കിട്ടിയിട്ടില്ല. ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമല്ല വീഡിയോ എടുക്കുന്നത്, അതാ പ്രശ്നം. അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഇരിക്കായിരുന്നു. ഓലാ അങ്ങോട്ട് പോയോക്കാം. ചീത്ത വെക്കണമെങ്കിൽ ചീത്ത വെക്കാം. ഓലാ സേ ഇവിടെ ഇരിക്കാം, ഒന്നും പറയൊന്നും വേണ്ട. വെഹിക്കിളോ അക്കി വെഹിക്കിളോനോ? വെഹിക്കിളോ
കാറോ? സിറ്റി പനാമ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ വേറെ കുറേ ട്രൈബിൾ ആൾക്കാരൊക്കെ ഉണ്ട്. നോക്ക്, ഇവരുടെ മുഖം തന്നെ കാണാൻ ഭയങ്കര ഡിഫറെൻ്റാ. അവരെ വേറെ അറിയാൻ പറ്റും. ഇവിടെ ഇരുന്ന് നോക്കാം. അക്കി സി ഇരുന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അവരെന്തോ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഭയങ്കര അന്തം വിട്ടിട്ടാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാസിയാസ്. ചിരിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ പറയും ഓക്കെ അല്ലെങ്കിൽ വീഡിയോ എടുത്താൽ ഒന്നും പറയുന്നൊന്നുമില്ല. കൊച്ചു നോക്ക് ഇതെന്തോ ഇവിടെ ഒരു കൊച്ചെന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ്, ബീഫാണോ? കാർണയും പിന്നെ ബനാനയാണ്. അത് പുഴുങ്ങിയതാന്ന് തോന്നുന്നു. നോക്ക്, ആ ആളുടെ കയ്യിലും ആ ഒരു ഇതുണ്ട്, എന്താ പറയാ, സൈഡിലിടുന്ന ബാഗ് ഉണ്ട് കേട്ടോ. നടന്ന് ചൂടെടുക്കാൻ തുടങ്ങി. അല്ലാണ്ട് ഇവിടെ തണുപ്പാണ് മൊത്തത്തിൽ. കുറേ നേരം നടന്നുകൊണ്ട് മാത്രം. കുറച്ച് നേരം ഞാൻ അവിടെ റെസ്റ്റ് എടുത്തു. എന്നിട്ട് വീണ്ടും ഇറങ്ങി നടക്കുകയാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നടന്നിട്ടും കാര്യമൊന്നുമില്ല. പക്ഷെ നടന്നു കഴിയുമ്പോൾ ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാമല്ലോ, വേറെ ആൾക്കാരൊക്കെ കാണാമല്ലോ. എല്ലാ വീട്ടിലും ആൾക്കാർ വെറുതെ ഇരിക്കുക. ഉച്ച സമയത്ത് അവർ എല്ലാവരും വീടുകളിലുണ്ടാവും. രാവിലെ മാത്രമാണ്, രാവിലെയും വൈകുന്നേരം അവർ കൃഷിയിടങ്ങളിലേക്ക് പോകും. അല്ലാത്ത സമയത്ത് അവർ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ പശുക്കളൊന്നും അധികം കാണുന്നില്ല. പക്ഷെ ഇവർ പശുവാണല്ലോ മെയിൻ ഫുഡായിട്ട് കഴിക്കുന്നത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം എന്നെ കഴിഞ്ഞ ദിവസം ആ വീട്ടിലേക്ക് അവർ വിളിച്ചുകൊണ്ടേയില്ലേ, അത് തന്നെ അവർ, ഞാൻ ആ ബസ്സിലൊക്കെ കയറി എൻ്റെ അടുത്തിരുന്ന് കുറേ സംസാരിച്ചപ്പോൾ അവർ ഭയങ്കര അടിപൊളി ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് നല്ല സ്നേഹമായിട്ട് എന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടേത്. അതൊന്നും ചോദിച്ചതുപോലില്ല എന്നെ ഡീറ്റെയിൽസ്. ജസ്റ്റ് അങ്ങ് വീട്ടിലേക്ക് വാന്ന് മാത്രം പറഞ്ഞു. ഇവിടെ റോഡാണെങ്കിൽ നല്ല റോഡാണ്. അപ്പോൾ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാൻ പറ്റും. ഈവൻ അതൊരു ഷെയർ ടാക്സിയോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും. പക്ഷേ ഇവിടെയുള്ള വീടുകളിലൊന്നും ആർക്കും വണ്ടിയില്ല. ഇവരാരും എങ്ങോട്ടും പോകുന്നില്ല. ഈ ലോക്കൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ദൂരം പോകുന്ന കടയിലേക്കൊക്കെയാണ്. അങ്ങോട്ട് പോകുന്നത് അവർക്ക് ആ ഒരു ചെറിയ ഷെയർ ടാക്സി ഉണ്ട്, 5 കിലോമീറ്റർ 10 കിലോമീറ്റർ കണക്ട് ചെയ്യുന്നത്. അതും ഇവർ ഈ ഉച്ച സമയത്ത് വെറുതെ ഇരിക്കുന്നതുകൊണ്ടാവുന്നു വണ്ടിയില്ലാത്ത. ഇനി വൈകുന്നേരമൊക്കെ ആകുമ്പോഴായിരിക്കും എന്തെങ്കിലും കാണാൻ പറ്റുക. നോക്ക്, അവിടെ ഒരു ടെൻ്റാണല്ലോ കെട്ടിയിട്ട് കാണുന്നത്. ടെൻറ്റ് പോലൊരു ഇത് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഏതോ ആൾക്കാർ അവിടുത്തെ കെട്ടിയിട്ടാണെന്നുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. കുറച്ച് ദൂരം ഞാൻ നടന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. നോക്കിയേ, എന്ത് രസാ എൻ്റെ അമ്മോ. നിങ്ങൾക്കിത് കാണുമ്പോൾ അത് ഫീൽ ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. കാരണം നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. അതിനിടയിൽ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ്. ഭയങ്കര വേറെ കളറൊക്കെയാണ് കാണുന്നത്. അതിനിടയിൽ എവിടെയെങ്കിലൊക്കെ ഓരോ വീട്. നോക്ക്, മലേൻ്റെ ഡിസൈൻ പോലെ ഇങ്ങനെ ചുറ്റും മലയും ഇലകൾ അനങ്ങുന്ന നല്ല തണുത്ത കാറ്റാണ്. ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു വഴിയിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നത്. ശരിക്കും ഇത് വീഡിയോയിൽ മനസ്സിലാവില്ല. കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ഭംഗി വീഡിയോയിൽ എന്തായാലും കിട്ടൂല. നോക്ക്, ഇതാ ഒരു വണ്ടി വരുന്നുണ്ട്. അയ്യോ, ഓലാ, ഷെയർ ടാക്സിയാണ്, ഷെയർ ടാക്സി. ഇതെങ്ങോട്ടാന്ന്? ഞാനിതാ ഈ ഒരു വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അയ്യോ, അതിൽ അങ്ങോട്ട് കിട്ടും തിരിയുമ്പോൾ വഴിക്ക് പോകുന്നു. ഇവരാണെങ്കിൽ ഈ സീറ്റിൽ കവർ ഇട്ടേക്കാം കേട്ടോ. ഈ കവർ ഇട്ടതുകൊണ്ട് വണ്ടി ഇങ്ങനെ തിരിയുമ്പോൾ വഴുക്കും. നല്ല ഈ റോഡ് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പറഞ്ഞാണുള്ളത്. പക്ഷെ നല്ല രസമുള്ള വഴി. ഇതുവഴി അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ ഇതുവഴി പോകുന്നത്. ഇവിടെ ഒന്നും ഒരു ടൂറിസ്റ്റുകളും എത്തൂല. ഒരു ടൂറിസ്റ്റ് എന്നല്ല, ഇവിടെ ഈ ലോക്കൽ ആൾക്കാരല്ലാണ്ട് ആരും വരില്ല. അതുകൊണ്ടാണ് ആക്ച്വലി ഇവർക്ക് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട്. എൻ്റെ അമ്മോ, ഞാൻ വന്ന വഴി കാണണം. നോക്ക്, സീൻ വഴിയാണ്. എത്രയോ ഹൈറ്റ്, ശരിക്കും വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ലേ? അങ്ങനെ വഴിയിലൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴി ഓരോ തരത്തിലുള്ള മലയാണ് ഞാൻ കാണുന്നത്. അത് ഓരോന്നിനും ഓരോ പ്രത്യേകത ഉള്ള പോലെയാ. നോക്ക്, അതൊക്കെ വെട്ടിയെടുത്ത് വെച്ച പോലെ തോന്നുക. അത് ഉണ്ടാക്കിയ പോലെയാണ്. പക്ഷെ ഒറിജിനൽ ആയിട്ടുള്ള മലയാണ് ആ കാണുന്നത്. ഇവിടെ ജീവിക്കുന്നവരൊക്കെ ശരിക്കും സ്വർഗത്തിലല്ലേ ജീവിക്കുന്നത്? എത്ര പീസ്ഫുൾ ആയിട്ടുള്ള ജീവിതം അവര് ജീവിക്കുന്നത് അറിയോ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ. എന്റെ അടുത്തൊരു കൊച്ചിരിക്കുന്നത് ക്യൂട്ടല്ലേ? നോക്ക്, അയ്യോ ചപ്പി. ഞാൻ പോകുന്ന വഴി ശരിക്കും അതിന്റെ ഇടയിൽ ആ വില്ലേജസ് കാണും കേട്ടോ. അത് ദൂരേന്ന് കാണുമ്പോൾ അടിപൊളിയാണ്. നോക്ക്, ഞാൻ വന്ന റോഡ് കണ്ട, പക്ഷെ എനിക്ക് ഇവിടെ കറക്റ്റ് കാണാൻ പറ്റില്ല. ഈ വഴിയിലൂടെയാണ് ഞാൻ പോകുന്നത്. സെറ്റല്ലേ? അതും ഒരു ടൂറിസ്റ്റ് സ്ഥലം ഒന്നുമല്ല. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട്. മേ ബി ഇത്രയും ബ്യൂട്ടിഫുൾ ആയി നിൽക്കുന്നത് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരല്ലാണ്ട് ഇവിടെ
ടോളെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഹൈവേ ഉള്ളത്. ഹൈവേയിലേക്ക് പോകും. അപ്പോൾ അവിടുന്ന് പിന്നെ എനിക്ക് മെയിൻ റോഡ് ഉണ്ടല്ലോ, ഇന്നലെ ഞാൻ കട്ട് ചെയ്ത് വന്നേ. ആക്ച്വലി ഞാൻ അവിടുന്ന് ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ ഇവിടെ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ഇവിടെയാണ് എത്താൻ പോകുന്നത്. അവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് പനാമയിലേക്ക് പോകണം. കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട്. ഞാൻ ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമങ്ങളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ചാണ് ഞാൻ പോകുന്നത്. കേട്ടോ, അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വണ്ടിയിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ കൊച്ചിനെ തന്നെ നോക്കിയിരിക്കുക. ഭയങ്കര ക്യൂട്ട് കൊച്ചാണ്, നല്ല രസമാണ്. അത് ആ ഒരു ഇല ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, പിച്ചിടുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കാണ്. ഞാനിത് അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. $10 ആയിട്ടോ. $10 എന്ന് പറഞ്ഞാൽ 900 rupees-ആയി. പക്ഷെ റോഡ് കുറേ നേരം മോശമായിരുന്നു, പിന്നെ വണ്ടിയൊന്നും കിട്ടൂലായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് എത്താൻ പറ്റില്ലായിരുന്നു. ആക്ച്വലി ഇവിടുന്ന് ഇനി ഒരു 3 കിലോമീറ്റർ കൂടെ പോയാലാണ് മെയിൻ റോഡ് എത്തുള്ളൂ. 3 കിലോമീറ്റർ ഞാൻ ലിഫ്റ്റ് അടിക്കുക നടക്കുക എന്തെങ്കിലും ചെയ്യേണ്ടി വരും. റോഡ് എങ്ങോട്ടാ? അങ്ങോട്ടാണോ റോഡ് നോക്കട്ടെ. ഇവിടെ കുറേ ഫ്രൂട്ട് ഷോപ്പ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് തന്നാണ് കേട്ടോ അത്. എനിക്ക് അവക്കാടോ ഫ്രീ ആയിട്ട് ഒരെണ്ണം തന്നു, പക്ഷെ അത് കൊള്ളൂലായിരുന്നു. ഞാൻ പറഞ്ഞാൽ എനിക്ക് ഫ്രീ വേണ്ടാന്ന്. ഫ്രീ ആയിട്ട് കിട്ടണമൊന്നും നല്ലതായിരിക്കില്ല എന്ന് എനിക്കറിയാം. ഞാനിത് ഒരു അവക്കാടോ മേടിച്ച് കഴിക്കണം നല്ലത്. പക്ഷെ ഇത് പഴുത്തിട്ടുണ്ടോയെന്ന് അറിയില്ല, കണ്ടിട്ട് പച്ചയായിട്ടാണ് ഉള്ളത്. ആ ബിയൻ അവക്കാതോ ബിയൻ എനിക്ക് സ്പൂൺ ഉണ്ടല്ലോ, സ്പൂണൊക്കെ നോക്കിയിരിക്കുക. ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഓ ആയിട്ടില്ല. അതെ നോ ഓ mañana aquí hambre TikTok no YouTube. Hoy no tengo YouTube. Sí, TikTok India prohibito. Sí, ഇന്ത്യയിൽ ഞാൻ ടിക്ടോക്ക് ഇല്ല എന്ന് പറയാണ്. mañana no aquí ahora hambre. Hoy mismo mucha hambre. Sí, mucha hambre. Ahorita no me quedo. നല്ല വിശക്കുണ്ട് എന്നാ ഞാൻ പറയുന്നേ. No ahorita. ഒന്നും കാണുന്നില്ല. Se lo debo. No tengo Mango, esa publicación. mango. Mango, sí, hay mango. ahora Ahorita. അതും പഴുത്തിട്ടില്ല എന്ന് തോന്നുന്നു. Tenga, ¿ves? Sí, gracias. ദേ എനിക്ക് 2 പഴമല്ല അവർ തന്നിട്ടുള്ളത്. Uno. ahora Ya. bien Los pelos. bien Los limpio, ya. sí. Él es. no Bueno. no പഴുത്തിട്ടില്ല അത്. Este pues. no mañana aquí Ay, no. ese está bueno. ദേ കട്ട് ചെയ്യുന്നുണ്ട്. പറയുന്നതിന് മുന്നേ കട്ട് ചെയ്ത്. കണ്ടോ പഴുത്തിട്ടില്ല അത്, അങ്ങനെ പച്ചയായിട്ടുള്ള. അതെങ്കിൽ അത് വിശക്കുന്നു. ഈ മാങ്ങ കഴിച്ചോണ്ടിരിക്കുക. മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്, പക്ഷെ ഒരു പൈസ ഒന്നും മേടിക്കുന്നില്ല, വെറുതെ എനിക്ക് തന്നതാ. അവക്കാടോ കഴിച്ചാൽ നല്ല വയർ ഫുള്ളാവും, പക്ഷെ അവക്കാടോന്റെ പഴുത്തിട്ടില്ല, അതാ പ്രശ്നം. ഗ്രാസിയാസ്. നോ ഗ്രാസിയാസ്. ആ ആളും എനിക്ക് ഫ്രീ തന്ന്, ഈ ആളും എനിക്ക് ഫ്രീ തന്ന്. ഗ്രാസിയാസ്. ഞാൻ ഒരു അവക്കാടോ ഇങ്ങനെ കുറച്ച് കഴിച്ചത്, ഒരെണ്ണം അവർ പൊട്ടിച്ചു തന്നപ്പോൾ അതിൽ കുറച്ച് നല്ലതായിരുന്നു, അങ്ങനെ അത് ഞാൻ കഴിച്ചു. വേറെ ഇതും ഞാൻ കഴിച്ചില്ല. $1 എന്നാ പറഞ്ഞത്. സി അവര് വേണ്ടെന്നാട്ടോ പറയുന്നത്. ഞാൻ പൈസ കൊടുത്തിട്ട് എന്റെ അടുത്ത് നോക്ക്, പൈസ കൊടുത്തിട്ട് അവര് മേടിക്കുന്നില്ല. ഞാൻ ഫുള്ളായിട്ട് നേരം പോലെ കഴിച്ചില്ല, അതുകൊണ്ടായിരിക്കും. എന്നാലും എനിക്ക് പഴം തന്നു, 2 പഴം, ഒരു അവക്കാടോ, ഒരു മാങ്ങ. നമ്മൾ ഷെയർ ചെയ്താണ് കഴിച്ചത്. എന്നാലും അവര് നല്ല ആൾക്കാര്. ഗ്രാസിയാസ് മൂച്ചോ ഗ്രാസിയാസ്. കണ്ട എന്ത് നല്ല ആൾക്കാരെ നോക്ക്. നോംബ്രെ അരുണിമ. Generoso. Generoso. Sí. Gracias. Bye. Vaya con Dios. Sí. Amigo también. Amigo también. Sí. എന്തോ പറയുന്നുണ്ട്. ഞാൻ എന്താ അവിടുന്ന് ഇറങ്ങി ഇനി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാങ്ങ നല്ല പുളിയായിരുന്നു, അതുകൊണ്ട് പല്ലൊക്കെ പുളിക്കുന്നു. പക്ഷെ നല്ല മനുഷ്യര് എല്ലാരും. ഈ വീഡിയോസ് എടുക്കണ്ടെന്ന് പറയുന്നത് അവർക്കത് ശീലമില്ലാത്തതുകൊണ്ടാണ്. ഇവരിപ്പോൾ ടൗണിൻ്റെ അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെയൊക്കെ ചെറിയ കടകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളുടെയൊക്കെ ഡ്രസ്സ് എൻ്റെ പോലത്തെ ഡ്രസ്സായി തുടങ്ങിയിട്ടുണ്ട്. കാരണം വില്ലേജിൽ നിന്ന് പുറത്തേക്ക് കിടന്നല്ലോ,
ഏകദേശം ഒരു 1 hour ഞാൻ ആ വണ്ടിയിൽ വന്ന്. നല്ല കയറ്റവും ഇറക്കവും അങ്ങനത്തെ വഴിയായിരുന്നേ. മോശം റോഡായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിതാ ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫുൾ സാധനങ്ങളാണ് ബൈക്കിൽ. കൊള്ളുമെന്തോ. ഓക്കെ ബിയൻ സി ബിയൻ ഓക്കെ ഓക്കെ ഗ്രാസിയാസ്. അപ്പോൾ ആള് എന്നെ പാൻ അമേരിക്കൻ ഹൈവേയിൽ ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും. സി കയറണം. ബാഗ് വീഡിയോയും എല്ലാം കൂടെ എടുത്തിട്ട് കയറാൻ പറ്റൂല. ഞാനിത് ആ ബൈക്കിൽ കയറിയിട്ടുണ്ട്. ബാഗെല്ലാം ഞാൻ ഒരു കൈ വെച്ചിട്ടാണ് പിടിച്ചിട്ടുള്ളത്. ചെറിയ ബാഗ് ബാക്കിൽ വെച്ചിട്ടുണ്ട്. നല്ല ഒരു ഗിഫ്റ്റ് തന്നല്ലോ, അതന്നെ വലിയ കാര്യമാണ്. കാരണം ഇവിടുന്ന് ഒരു 3 kilometer ഉണ്ട്. 3 kilometer നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. ഒരു 45 minute എടുക്കും. എനിക്ക് ഇതുവഴി മുകളിലേക്ക് കയറി അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം. ഇവിടെ എല്ലാവരും എന്തോ കുടിക്കുന്നുണ്ട്. അതെന്താ, കോഫിയാണോ? എല്ലാവരും അത് വന്ന് എടുത്ത് കുടിക്കുന്നുണ്ടല്ലോ. കാഫേ കാഫേ അവരൊന്നും പറയില്ല. സ്മെല്ല് വരുന്നുണ്ട്. അത് കോഫി തന്നെയാ. എന്തോ ബണ്ണും അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. വിൽക്കുന്നല്ലാന്ന് തോന്നുന്നു. ഇത് ഈ പരിപാടിക്ക് വന്ന് എന്തോ ആർക്കോ വെറുതെ കൊടുക്കുന്നതാന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ടോ, അവരെല്ലാരും പോയി എടുക്കുന്നുണ്ട്. എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാരും ഇവിടെ. ഇനി അതിന് ഗ്രാമത്തിലുള്ള എല്ലാരും കൂടെ ഉള്ളതാണോ എന്താന്നറിയില്ല. ഈ വേഗമായിട്ട് ഇത് മുകളിലേക്ക് കേറിയിട്ട് അപ്പുറത്തേക്ക് കിടക്കണ്ടേ. ഇവിടെ ഹിച്ചൈക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. നോക്ക്, റോട്ടിലൊന്നും സ്പേസ് ഇല്ല. അവിടെ പോലീസ് നിർത്തിയിട്ടുണ്ട്. കയറ്റമാണ്. ഇപ്പം ഇറക്കമാണ്, ഇവിടുന്ന് കയറ്റാണ്. പിന്നെ സോ ട്രൈ ചെയ്തോട്ടെ ബസ് തന്നെ കിട്ടുമോ എന്താന്നുള്ളത്. ഞാനിവിടുന്ന് ഇങ്ങനെ ബസ് എടുത്ത് പോയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. പുള്ളിക്കാരി വീഴാൻ പോയത്. ഞാൻ ക്ഷീണിച്ച് ഇവിടെ എത്തിയപ്പോൾ ചൂട്. ഇത്ര നേരം തണുപ്പുള്ള സ്ഥലത്ത് നിന്ന് റോഡ് എത്തിയപ്പോൾ ചൂടായി. ഞാൻ ബസ്സിൽ ഇങ്ങനെ പോവാന്ന് വിചാരിക്കുന്ന. ആ ഒരു 6 മണിക്കൂറിൽ കൂടുതൽ എടുക്കും. മാപ്പിൽ 6 മണിക്കൂർ കാണിക്കുന്നത്. അപ്പോൾ 7 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും. ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. ബസ് ഉണ്ട്. ഈ പുള്ളിക്കാരിക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് ഇവിടുന്ന് എടുത്തിട്ട് എനിക്ക് ഡയറക്റ്റ് പോവാം. എനിക്കാണെങ്കിൽ വാഷ്റൂം പോകണം. ബസ്സിൽ വാഷ്റൂം ഉണ്ടാവും എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. ബസ്സിൽ പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് ടൈമല്ലേ ഉള്ളൂ. അവിടെയും കൂടെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ പൈസ നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ടിക്കറ്റ് എനിക്ക് തന്നിട്ടുണ്ട്. $15 ആയിട്ടുള്ളത് ഇവിടുന്ന് പനാമ സിറ്റിയിലേക്ക്. ബസ് ഇപ്പോൾ വരുന്നതാണ് പറഞ്ഞത്. 5 minutes വരുമോയെന്നറിയില്ല. എന്തായാലും ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ബസ്സൊക്കെ അടിപൊളിയാണ്. ഇതിലാണ് പോകുന്നത്. ബാഗ് എവിടെ വെക്കും? ബാഗ് സി ഇനി ടിക്കറ്റ് വേറെ ഇതാക്കേണ്ടി വരുമോ? കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. വാട്ടർ ബസ്സൊക്കെ അടിപൊളിയാണ്. ഭയങ്കര സൈലൻസ്. എല്ലാവരും ഉറങ്ങാൻ തോന്നുന്നു. എനിക്കിപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് ഉറക്കം വരുന്നില്ല. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. ഞാനവിടെ എത്തുമ്പോൾ 10:30 ആവും. 6 മണിക്കൂറാണ് കാണിക്കുന്നത്. മാപ്പിൽ കാണിക്കുന്നത് 4 മണിക്കൂറാണ്. 360 കിലോമീറ്ററോ എന്തോ ഉണ്ട് അങ്ങോട്ട് സിറ്റിയിലേക്ക്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. അപ്പോൾ ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വരാമെന്നാണ് പറഞ്ഞത്. ബസ് ഇറങ്ങുന്ന സമയത്ത്. ഈ പനാമ സിറ്റി എന്ന് പറയുന്ന ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. വലിയ സിറ്റിയാണ്. അങ്ങനെയാണ് ഞാൻ കേട്ടത്. ഇനി പോകുമ്പോൾ അറിയാം എങ്ങനെയാണ്. ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡ് ഇവിടെ ഇങ്ങനെ ബൊഫേ പോലത്തെ സംഭവമാണ്. അത് എടുക്കാം. എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഉണ്ടോ എന്തോ. എന്താ അതിലുള്ളത്? ചിക്കനൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. പോർക്ക് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. എന്തായാലും ബീൻസ് ഉണ്ടാവുമായിരിക്കും. സോ റൈസും ബീൻസും എല്ലാം മേടിക്കാം. ഇതാണ് ഞാൻ മേടിച്ചിട്ടുള്ള ഫുഡ്. റൈസും ബീൻസും പിന്നെ ചിക്കനും കൂടെയാണ്. ഇതിന് $8 ബസ്സിനാകെ $15 ഉണ്ടായുള്ളൂ. പക്ഷെ ഫുഡ് ഒരു നേരത്തെ കഴിച്ചപ്പോഴേക്ക് $8 ഇവിടെ അങ്ങനെയാണ്. എക്സ്പെൻസീവാണ്. ബസ്സിൻ്റെ ഉള്ള വാഷ്റൂമാണ് കേട്ടോ ഇത്. നമ്മളെ ഫ്ലൈറ്റിലൊക്കെ ഉള്ള പോലെ ആ ഒരു ചെറിയ സ്പേസ് ആണ് ഇതിലുള്ളത്. ഫുഡ് ഞാൻ നേരം പോലെ കഴിച്ചിട്ടേ ഇല്ല. അവര് ധൃതി വെച്ചിട്ട് പോയത്. അതായത് കഴിച്ചു തുടങ്ങിയപ്പോ തന്നെ അവര് മതി വെച്ച് പറഞ്ഞു. ഇവിടെ യൂറിൻ മാത്രമേ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാന് വയറിപ്പോ കുറച്ച് ഫുള്ളായി. കുറച്ചേ കഴിച്ചുള്ളൂ. പക്ഷെ എനിക്കധികം വിശപ്പില്ലായിരുന്നു ആക്ച്വലി. ഇപ്പൊ സമയം 6 മണിയാ.
ബസ് എത്താൻ 10:30 ഇതിനിടയിൽ ഇവര് നിർത്തൂല. ഇടയിൽ എന്തായാലും എനിക്ക് വിശക്കും. അതുകൊണ്ടാണ് ഞാൻ കഴിച്ചത് പോലും, അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നു. വെറുതെ ഇത്രയും പൈസയും കൊടുത്തിട്ട് നേരം പോലെ കഴിക്കാനും പറ്റിയില്ല. ഇനി ഞാൻ മനസ്സിലാക്കി എന്തേലും ആപ്പിളോ സംതിങ് അങ്ങനെ എന്തേലും മേടിച്ചു വെക്കാം. അങ്ങനെ അതാവുമ്പോ എനിക്ക് ഇടയ്ക്ക് വെച്ച് കഴിക്കുകയും ചെയ്യാം, ചെറിയ വിശക്കുള്ളൂ, വിശപ്പ് മാറുകയും ചെയ്യും. അതാണ് ബെറ്റർ. പക്ഷെ ബാഗിൽ സ്പേസ് ഉണ്ടായില്ല. ഞാൻ എന്താ ബാഗ് ഇവിടെ നിൽക്കാൻ തന്നെ സ്ഥലമില്ല. ഉണ്ടോ ബാഗ് ഫുള്ളാ തടിച്ചിരിക്കുന്നുണ്ടോ? എൻ്റെ ബാഗ് മൊത്തം ഫുള്ളായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഒന്ന് മേടിക്കാൻ. ഓക്കെ, ഞാൻ ഭയങ്കര ടയേർഡാണ്. ആക്ച്വലി ഇതൊരു 6 മണിക്കൂർ ലോങ് ഇതായിരുന്നു, ട്രാവലായിരുന്നു. ബോഡിയൊക്കെ വേദന എടുക്കുന്നത്, കാലൊക്കെ ഒരു വെച്ചിട്ട് മൊത്തം ടയേർഡായിട്ടുള്ളത്. ഇതെൻ്റെ കൗച്ച് സർഫിങ് ഫ്രണ്ടാണ്. അപ്പോൾ ആളെന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. സോ നമ്മൾ ഇവിടുന്ന് ഇനി റൂമിലേക്ക് പോവാണ്. ഇതാണ് പനാമ സിറ്റി. ഇവിടുത്തെ ഒരു ടെർമിനലാണ്. ഫുൾ ബസ് എല്ലാം വരുന്നൊരു സ്ഥലം, വലിയൊരു സ്ഥലം തന്നെയാണ് ഇത്. ലൈക്ക് ദിസ് ഈസ് എ മെട്രോപൊളിറ്റൻ സിറ്റി റൈറ്റ്? യാ. ഓക്കെ, ജസ്റ്റ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു വലിയ സിറ്റിയാണെന്നുള്ളത്. സോ കാറിലാണ് ആളെന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരെ ബാഗിന് വെയിറ്റ് എല്ലാം കൂടിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നേരെ ഞാൻ റൂമിലേക്ക് പോവാണ്. എന്തറിയില്ല, ഭയങ്കര ടയേർഡായി. ഹിച്ചാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബസ്സിലായതുകൊണ്ട് ഇരിക്കില്ല, ഒരേ ഇരുത്ത് ഇരിക്കല്ലേ, ഇറങ്ങുന്നൊന്നുമില്ലല്ലോ. ഹിച്ചാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇറങ്ങും വാഷ്റൂം പോകാനൊക്കെ. വാഷ്റൂം പോകാൻ പോലും നമ്മൾ ബസ് നിർത്തുന്നില്ല, ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതുകൊണ്ട്. സോ ഭയങ്കര ടയർഡായിട്ടുണ്ടെന്ന്. നമ്മളിതാ കാറിൽ കയറിയിട്ടുണ്ട്. ആള് ആക്ച്വലി പെറുവിലാണ്. യുവർ ഹോം ഈസ് ഇൻ പെറു റൈറ്റ്? യെസ്. ഓക്കെ, യു സ്റ്റഡി ഹിയർ? യെസ്. ആള് പഠിക്കാൻ വേണ്ടി മാത്രം പനാമയിലേക്ക് വന്നത്. അതെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു പനാമ തന്നെയാണ് വീടെന്ന്. പക്ഷെ ഇവിടെ തന്നെ ആൾക്ക് അറിയാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ലൈക്ക് എവിടെ പോണ്ടെന്നൊക്കെ പറഞ്ഞുതരാം, പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, താങ്ക് യു, നൈസ് ടു മീറ്റ് യു. ഇത് ഫ്രാങ്ക് റൈറ്റ്? യാ, ഫ്രാങ്ക് എന്നാണ് പേരൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ പകുതി ഉറക്കപ്പിച്ചില്ല. ലാസ്റ്റ് എത്താനായ സമയത്താണ് ബസ്സിൽ ഞാൻ ഒന്ന് കണ്ണടച്ച. അതുവരെ ഞാൻ ഉറങ്ങിണ്ടായില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇപ്പോൾ ടൈം ഒരു 11:30 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് വീട്ടിലെത്തിയത്. അവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് കാറിൽ കുറച്ചു നേരം ഡ്രൈവ് ഉണ്ടായിരുന്നു. പിന്നെ അവൻ ഫുഡ് മേടിച്ചു. എനിക്ക് കാര്യമായിട്ട് വിശക്കുന്നില്ല, കാരണം ഞാൻ വൈകുന്നേരമാണ് കഴിച്ചത്. ഇന്നൊരു നേരം കഴിച്ചുള്ളൂ, പക്ഷെ അധികം വിശക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഇതാണ് വീട്, നല്ല രസമുള്ള വീടാണ്. ഈ ഒരു വലിയ വീട്ടിലവൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇവിടെ AC ഉള്ള എന്താണെന്നറിയോ, ഇവിടെ നല്ല ചൂടുള്ള ഏരിയ ആണ്. ഇത് എപ്പോഴും ഇവിടുത്തെ കാലാവസ്ഥ ചൂടാണ്. കണ്ടോ, ഈ ഒരു ഫുൾ വലിയ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷെ അവൻ്റെ മെയിൻ വീട് ഇവിടെ അല്ല. ലൈറ്റ് ഓക്കെ 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 ശരിക്കുള്ള വീട് പെറുവിലാണ്. ഇത് ഇവിടെ പഠിക്കാൻ വേണ്ടി മാത്രം. യു ഹാവ് എ ഡോഗ് ഓർ കാറ്റ്? No. In 3 months ago. Oh. Yes, I have a dog. Now? But now he is in Peru. Oh, okay, okay. Yes, In Peru. Yes. So, have you take by flight? Yes, by flight. By flight Yes, you take yes, the yes, dog. Yes. It's more expensive, but Yeah, that's why I he's asked. in my Because with my I have a family. dog, so Yes, I yes, know. Yes. It's more, for Panama, it's more expensive. Yes. Yes. So, which airline allow dogs? The Copa Airlines go to travel to with you. Okay, with your dog. Pets in your. Okay. In the seat. Yes. Okay, in the okay, seat, I yes. understand. Yeah. അതൊക്കെ ഇത് നല്ല രസമുണ്ട്. ഫുള്ള് മിററിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇവിടെ ഡോഗ് ഉണ്ടാവുന്നത്, കാരണം ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞ്. അവിടെ കിച്ചണൊക്കെ ഉണ്ട്, വേണമെങ്കിൽ കുക്ക് ചെയ്തെല്ലാം കഴിക്കാം. ഇവന് ക്ലാസ് ടൈമിങ് വരുന്നത് വൈകുന്നേരം 4 മണിക്കാണ്. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ആകെ ക്ലാസ് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 2 റൂമുണ്ട്. ഇത് ആളുടെ റൂം അല്ല, ദിസ് ഈസ് യുവർ റൂം? No, this is my Oh, room. okay, this is your room. This Okay. is my parents' room, but Okay. Oh, your parents come here sometimes. Yes, sometimes. Okay. My family here. ഓക്കെ. അവൻ്റെ പാരൻസ് ഇങ്ങോട്ട് വരും, അപ്പോൾ അവർ താമസിക്കുന്ന റൂമാണത്. ഇതാണ് എൻ്റെ റൂം. നല്ല രസമുണ്ട്. ലൈക്ക് ഭയങ്കര ചെറുതല്ല, ലൈക്ക് ഭയങ്കര നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു റൂം.
കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് ഉള്ളൊരു റൂം. ഞാൻ അപ്പുറത്തെ റൂമിൽ ഇവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സംസാരിച്ചിരിക്കണതിൻ്റെ ഇടയിൽ അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എന്താണെന്ന് ചോദിച്ചു. അവൻ പെറുവിലാണല്ലോ. അപ്പം ഞാൻ അതിൻ്റെ കുയി എന്ന് പറഞ്ഞു. കുയി എന്ന് പറഞ്ഞപ്പോൾ എന്താന്ന് മലയാളം നെയിം എന്ന് ചോദിച്ചപ്പോണ്ട് എലിപ്പന്നി ഗിരിപ്പന്നി എന്ന് വന്നേക്കണത്. ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് അവിടുത്തെ അവൻ്റെ ഫേവറേറ്റ് ഫുഡ്. യു ലൈക്ക് ദിസ്? Yes, I like it. It's more popular in Peru. Okay, I want to try this. Yes, it's similar to the chicken. Chicken? Yes. Oh, it's really? similar to that, yes. It's like a rabbit. You know rabbit? Yes. In Peru, eat rabbit too. Yeah. Yes. In India, eat rabbit, but not this. No, but it's not this. different to rabbit. Yeah, Yes, it's different to. It's Yeah, okay. more similar to chicken. Yes. Similar to chicken. Yes. Okay, it's tasty. You make like a sauce or grill or what? It's similar to chicken, but this animal now have a more protein. Hmm? A protein has a Protein. 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 The Okay. other animals. Okay. Another animals. Okay. Yes. You look like a Messi. Yes, I like Messi, എനിക്ക് ഇവനെ കണ്ടിട്ട് മെസ്സിനെ പോലാണ് ഫീൽ ചെയ്തത്. ആർക്കെങ്കിലും അങ്ങനെ തോന്നിയെങ്കിൽ കമന്റ് ഇടണേ. ഞങ്ങളിവിടെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരിപ്പോ പെറുവിലായതുകൊണ്ട് പെറുവിലെ വിശേഷങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നൈസ് ടു മീറ്റ് യു. ഇപ്പൊ സമയം പാതിരാത്രി ആയിട്ടുണ്ട്. ഞാൻ ഉറക്കപ്പിച്ചിൽ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പകുതി ഇങ്ങനെ ഉറങ്ങി വീഴുന്നുണ്ട്. സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ 12:30 ആയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറേ ടൈം എടുക്കിനി. ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ എഡിറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കിടക്കുള്ളൂ. അപ്പോൾ പകുതി ഉറക്കം വന്ന് ചിലപ്പോൾ പകുതി ഉറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ ഈ വീഡിയോ ഞാൻ എന്തോടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.